ദേ ഈ ചേച്ചിയുടെ അവിടെയാ കൂട്ടി വെച്ചിരിക്കുന്നത്. വാ നമുക്ക് നടക്കാം. ഇതിന് ഞാൻ മാത്രം മതി ചേച്ചി. ഗൗരിക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആഹാ, ഇതിനിപ്പോ എന്റെ ആവശ്യമൊന്നും വന്നില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലാത്തോണ്ടല്ലേ ചേച്ചി ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തത്. ചേച്ചിയുടെ അടുത്ത് നിനക്ക് കേൾക്കാം. ആഹാ, എനിക്ക് മാത്രമല്ല ചേച്ചിക്ക് കേൾക്കാം. എന്തായാലും ഇന്ന് അമ്മയുടെ കയ്യിൽ ചേച്ചിക്ക് നല്ല കുശാലായിരിക്കും. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ഇന്ന് അമ്മയുടെ കയ്യിൽ ചേച്ചിക്ക് നല്ലത് കിട്ടും. വാ നമുക്ക് ഇനി ഇവിടെ തന്നെ ശരിയാവില്ല. ചേച്ചി എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. എന്നാലേ നമുക്ക് പോയി ഒളിച്ചിരിക്കണ്ട. ഒളിച്ചിരുന്ന അമ്മയ്ക്ക് സംശയം തോന്നും. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല. എന്ത് ഇപ്പഴിവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടില്ലേ? എത്ര നേരമായി ഞാൻ പോയിട്ട്. ഇത്ര നേരമായിട്ടും അവള് ഇവിടെ നിന്ന് തൂത്ത് വാരിയിട്ട് പോലും ഇല്ലേ? ഒന്ന് തൂത്ത് വാരാനല്ലേ ഞാൻ പറഞ്ഞോളൂ, മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവളുടെ അടുത്ത്. വിളിച്ചാലും ചെവി കേക്കില്ലേ? എന്ത് വായതാ ഇവിടെ? എന്തോരം കച്ചറിയാ. ഞാൻ പോയപ്പോഴുള്ളത് അതുപോലെ തന്നെയുണ്ട്. എവിടെ അവള്? എന്താ അമ്മേ? എന്തുവാ അമ്മേ ഇത്? അത് തന്നെ എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. എന്തുവാ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ മുഴുവൻ അടിച്ചു വാരാനായിട്ട്. അതൊന്നും ചെയ്തിട്ടില്ല അമ്മേ. ഞാൻ ഇവിടേക്ക് അടിച്ചു വാരിയതാണ്. സത്യം. അടിച്ചു വാരിയതാണെങ്കിൽ ഇങ്ങനെയാണോ കാണാൻ കിടക്കുക? സത്യം അമ്മേ പറയുന്നത്. ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയതാ. കള്ളം പറയുന്നതോടെ കുരുട്ടെ. നിന്നോട് ഞാനൊന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ. മനുഷ്യന്മാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് പെടയാ. അതിനിടയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞ അതിങ്ങനെ ആക്കിക്കോളും. ദുഷ്ടി. അമ്മേ പറയുന്നത് സത്യമാ. ഞാൻ ഇവിടെ മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി അങ്ങ് മുറ്റത്ത് കൊണ്ടിട്ടതാ ഇതൊക്കെ. കള്ളം പറയുന്നോടി. അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നു. എന്നാൽ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്കും എന്റെ മോൾ എല്ലാ പണിയും കഴിച്ചിട്ടുണ്ടാവുന്നൊക്കെ. എന്നാൽ പറഞ്ഞ പണി പോലും കഴിച്ചിട്ടില്ല. അവിടെ അതാ എത്ര പോരെ പാത്രങ്ങളാ മോറാൻ കിടക്കുന്നത്. അത് നീ മോറി വെച്ചോ? ഇല്ലല്ലോ. അടിച്ചു വാരാൻ പറഞ്ഞു, അത് ചെയ്തോ? ഇല്ല അമ്മേ, ഞാൻ ചെയ്തതാ അമ്മേ. പാത്രം മോറി വെച്ചോ നീ? അതല്ല അമ്മേ, അടിച്ചു വാരിയിട്ടതാ. സത്യം പറഞ്ഞോ? നീ അടിച്ചു വാരിയിട്ടിട്ടുമില്ല, നീ ചൂട് തൊട്ടിട്ടുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഞാൻ പോയപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഇതമ്മേ ആ പിശാച് കുട്ടികളുടെ പണിയായിരിക്കും. ഓ, അവരിപ്പോ നീ അടിച്ചു വാരിയത് കൊളാക്കാനായിട്ട് വരല്ലേ? എന്റെ മക്കൾ എനിക്കറിയാം, അവരിങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മേ അവര് തന്നെ ഇത് ചെയ്തത് എനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നീ എവിടെയായിരുന്നു അവരിത് ചെയ്യുമ്പോ? നീ കാണില്ല അവരിത് ചെയ്യുമ്പോ. അപ്പൊ അവരല്ലേ ചെയ്തത്, നീ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നീ പറയുന്നത് അത് അവര് ചെയ്തതാണെന്ന്? അമ്മേ സത്യമാണമ്മേ, ഞാൻ ചെയ്തതല്ല. അമ്മ കുട്ടികളൊക്കെ വിളിച്ച് ചോദിച്ചു നോക്ക്. എന്തിനെ നീ ചെയ്യാത്ത പണിക്ക് ഞാൻ അവരെ എന്തിനു ചീത്ത പറയണം? ഞാൻ ചെയ്തത് അമ്മേ. ഈ വീട്ടിലെ CCTV അത്യാവശ്യമാണ്. മിക്കവാറും അത് വേണ്ടി വരും. ആരാ കള്ളം പറയുന്നതെന്ന് തിരിച്ചറിയണല്ലോ. അത് വേണം അമ്മേ. അമ്മ വിളിക്ക് അമ്മയുടെ പൊന്നാര മക്കളെ. ഓ, ഞാൻ വിളിക്കാൻ പോവന്നാ. ഇതെന്താന്ന് ഞാനൊന്നും അറിയട്ടെ. എനിക്ക് ഉറപ്പാ നീ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന്. നിന്റെ സ്വഭാവത്തിനെ നീ ആ ഫോണിൽ ഞാൻ പോയി ഇവരോട് എണീച്ചിട്ടുണ്ടാവില്ല. അമ്മ സത്യം പറയാ, ഞാൻ ഇവിടേക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടതാ. അമ്മ വേണമെങ്കിൽ ആ അപ്പുക്കുട്ടിനോട് ചോദിച്ചു നോക്ക്. അമ്മ വേണമെങ്കിൽ പറഞ്ഞു തരും. ചേച്ചി അടിച്ചു വരുന്നത് കണ്ടായിരുന്നു. ആഹാ, ഞാൻ വിളിക്കാൻ പോവാ എല്ലാത്തിനെയും. അപ്പോ അപ്പോ ഗൗരി ഗൗരി ഡി താരേ. എന്താ അമ്മേ? അമ്മ ഞങ്ങളെ വിളിച്ചോ? വിളിച്ചു. ഇനി പറ. എന്ത് പറയാനമ്മേ? ആരാ ഇതൊക്കെ വീണ്ടും ഇവിടെ കച്ചറാക്കിയത്? അതോ നിങ്ങളുടെ ചേച്ചി ഇവിടെ അടിച്ചു വാരിയിട്ടില്ലേ? കണ്ട കൊള്ളം പറയുന്നത്. നീ മിണ്ടാണ്ടിരിക്കേ, കുട്ടികൾ പറയട്ടെ. സത്യമാണല്ലോ. സത്യം. ഇനി ഞാൻ ബാക്കിയുള്ളവരും വിളിച്ച് ചോദിക്കും. അവർ ഇതേ കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടിന്റെയും കാര്യം പോക്കാ. പിന്നെ അവരിതേ കാര്യം പറഞ്ഞ നിന്റെ കാര്യം പോക്ക. കേട്ടോടി? ശിവ എന്താ അമ്മേ? എവിടെ അവനോടെ? അപ്പു അവനത് കളിക്കാൻ പോയി. അവനെന്താ വീട്ടിൽ ഇരിക്കാറില്ലേ? 24 മണിക്കൂറും പുറത്താണോ? അമ്മേ ഞങ്ങളോട് ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞു തരാലോ എല്ലാ കാര്യങ്ങളും. ശിവ നീ ഇവളെ അടിച്ചു വാരുന്നത് കണ്ടിരുന്നോ? ആരിവിടെ അടിച്ചു വാരുന്നേ? ഇവിടെ ചൂല് പോലും തൊട്ടത് ഞാൻ കണ്ടില്ല. അമ്പടെ കള്ളം പറയുന്നോ? കള്ളം പറയുന്നടാ കള്ള. ഞാനിവിടെ അടിച്ചു പോരുന്നത് നിങ്ങൾ ആരും കണ്ടില്ലെന്നല്ലേ? ഞാനിവിടെ ചൂലെടുത്ത് അടിച്ചു വരാൻ നിങ്ങളൊന്നും കണ്ടില്ലേ? നിങ്ങൾ കണ്ണൊക്കെ എവിടെയായിരുന്നു? അയ്യോ, ഇനിയിപ്പോ അടിച്ചു വാരുന്നത് വീണ്ടും അടിച്ചു വാരേണ്ട വരോ ദൈവമേ, എനിക്ക് വയ്യ. നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്കുള്ള പണിയൊക്കെ ഞാൻ തരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ അങ്ങ് മേടിക്കും. എന്താ ശിവ നീ അവളോട് പറയുന്നത്? ഞാൻ പറയായിരുന്നേ എനിക്ക് അങ്ങനെ കള്ളം പറഞ്ഞ് ശീലയില്ലാന്ന്. എന്താ അമ്മേ? ഇനി ആരാ ഇവിടെ മുഴുവൻ അടിച്ചു വാരാൻ പോകുന്നത്? ഞാൻ അടിച്ചു വാരില്ല. ഒരു വട്ടം ഞാൻ അടിച്ചു വാരിയതാ. ഇനിയും എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ. പറയുന്നോടി. എവിടെ എവിടെ ഗൗരി ഒരു ചൂലെടുത്തുണ്ടായിരുന്നു. അമ്മേ ചൂല് മതിയോ അതോ ചുള്ളിക്കമ്പ് മതിയോ? ചൂല് മതി. അതുകൊണ്ട് കിട്ടിയാലേ ശരിക്ക് പാട് വീഴത്തുള്ളൂ. അമ്മേ എന്താ അമ്മ? ഇവരെല്ലാവരും പറയുന്നത് കേട്ടില്ലേ? ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് തന്ന പണിയാ.
കഴിയുന്നേ?